ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം കൂട്ടായ്മയിലും വേദികളിലുമെല്ലാം ആ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുക എന്ന ലക്ഷ്യമാണ് നമ്മളെല്ലാം ഒരുപോലെ കാണുന്നത്. മുസ്ലിം ജമാഅത്ത് കൗൺസിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടുന്നവരാണ് നമ്മളെല്ലാം. മറ്റ് ഏത് സംഘടനയെക്കാളും നന്മ നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിനനുസരിച്ച് വിവിധങ്ങളായ ജനവിഭാഗത്തെ അവരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം സൗഹൃദ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് കൗൺസിൽ അതിൻ്റെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സൗഹൃദ വേദിയായി ഈ കൂട്ടായ്മയിൽ നമ്മളെല്ലാം ഒരുപോലെ പങ്കെടുക്കുന്നു. ഞാൻ വ്യക്തമായ വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല. നിരവധി നേതാക്കന്മാർ ഈ വേദിയിലെ സദസ്സിലുമുണ്ട്. എല്ലാവർക്കും അവസാന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ച് ജമാഅത്ത് കൗൺസിലിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം അഭിനന്ദനം കൂടെ അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കുവാൻ CPM-ന്റെ സംസ്ഥാന നേതാവ് തിരുവനന്തപുരത്തിൻ്റെ പ്രിയകരമായ സഖാവ് ആനാവ് നാഥൻ അവരുടെ ക്ഷണിച്ചു. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലുള്ള അഭിനന്ദനായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം പ്രഖ്യാപിക്കുന്ന ഈ കൂട്ടായ്മ എത്തിച്ചേരാൻ കഴിഞ്ഞത് നമുക്കെല്ലാം വളരെ സന്തോഷം. നമ്മുടെ നാട് എന്നും സൗഹാർദ്ദത്തിൻ്റെ നാടാണ്. മതസൗഹാർദ്ദം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അത് ജീവനെ പോലെ ജീവവായുവിനെ പോലെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് ന്യൂനതയുണ്ടായാൽ അത് എത്രമാത്രം ഭയാനകമാകും എന്നത് രാജ്യത്തിൻ്റെ പല മേഖലയിലുള്ള അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള സൗഹൃദം, പരസ്പര സൗഹൃദവും സ്നേഹവും ഈ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ ഇത്തരം കൂട്ടായ്മയിലൂടെ നമുക്ക് സാധ്യമാകും എന്ന് കരുതുകയാണ്. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവങ്ങളും ചേർന്ന് ഞാൻ ചുരുക്കട്ടെ. സുഹൃത്തുക്കളെ, അഭിപ്രായം ഒരുപാട് പുറമ്പോക്ക് പതിച്ചു കൊടുത്താണ് വന്നത്. പാലക്കാട് നിന്നാണ് ഈ പരിപാടി മുഹമ്മദ് റിയാസ് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വ്യക്തികളാണ്. അടുത്തതായ ഗവൺമെന്റ് അവരുടെ ആളുകൾ കേൾക്കുന്നു. അതിൽ ജമാഅത്ത് കൗൺസിലിന്റെ അഭിനന്ദനം നമ്മളാണ് പാലക്കാടാണ്. ജമാഅത്ത് കൗൺസിലിന്റെ വളരെ വലിയ ക്രൈസിസിന്റെ വളരെ പ്രതിസന്ധിയിലെ പിരിവുണ്ടായി, ഗ്രൂപ്പുകളായി, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം
കൂടിയിരിക്കുന്നത് വളരെ പ്രയാസങ്ങളിൽ കൊടുക്കലിലുമൊക്കെ നാടിനും ജനങ്ങൾക്കുമൊക്കെ ഉറവാക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരെയും മുന്നിട്ട് സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ സന്ദേശം രാജ്യത്ത് പ്രകടിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഇസ്ലാമിക പത്രങ്ങൾ അറിയിക്കാനും ഉൾക്കൊള്ളാനും അതിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതുപോലെ സന്തോഷവും സ്നേഹവും ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് നിൽക്കണം. ഈ നാളിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തുടർന്ന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വാസത്തിനെ ജീവിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടന ആ ഭരണഘടനയെ സംരക്ഷിക്കണം. അതാണ് ഈ ഇന്ത്യയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ ആണിക്കല്ല്. അതിനെ കടപെടുത്താൻ ശ്രമിക്കുന്ന ചിന്താശക്തികളായാലും അവരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കഴിയണം. ഈ കൂട്ടായ്മ പങ്കെടുക്കാൻ കഴിയുന്നത് കാരണം അറിയാവുന്ന സുഹൃത്തുക്കളും നിർബന്ധമായി പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വളരെ സാഹസപ്പെടുത്തി പാലക്കാട്ടിൽ പരിപാടിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും കാണാൻ കഴിയുന്നു. വളരെ സന്തോഷം. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും ഈ ഇസ്ലാമിക നോമ്പുകാര്യങ്ങളിൽ സഹകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംഗമം ഔപചാരികമായി ഇതിനകത്ത് പ്രഭാഷണം നടത്താൻ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കുരുക്ഷേത്രത്തിൽ കേരളത്തിലെ വടകരയും കോഴിക്കോടും എന്ന മണ്ഡലങ്ങളിൽ ചുമതലയേറ്റ സജീവ സാന്നിധ്യമായിരുന്ന ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി. നിങ്ങൾക്കറിയാം, EGM തൊഴിലായിരുന്ന പൊതുമരാമത്തിന് ഒരു ജനകീയ വകുപ്പാക്കി മാറ്റിയ നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് കോഴിക്കോട് നിന്ന് അദ്ദേഹം ഈ പരിപാടിയോടുള്ള പ്രതിബദ്ധത കൊണ്ട് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്ത് മുസ്ലിമിന്റെ വിവിധ പരിപാടികളുമായി സഹകരിക്കുന്ന ഒരു മഹത്തായ മതനിരപേക്ഷ പ്രസ്ഥാനമെന്ന നിലയിൽ ആ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാൻ ഇത്തരം ഇഫ്താറിൽ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് ആശംസ അർപ്പിക്കാൻ കേരളം കണ്ട പ്രഗത്ഭനായ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് അവരുടെ സ്നേഹ ബഹുമാന ആദരപൂർവ്വം ക്ഷണിച്ചു. മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ പ്രവർത്തനം സസൂക്ഷ്മം വീക്ഷിച്ചു വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. സമൂഹത്തിൽ മതസാഹോദര്യം ശക്തിപ്പെടുത്താൻ നിരവധി പ്രവർത്തനങ്ങളാണ് മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നു. ഞാൻ തന്നെ അതിൽ പല പരിപാടികളും പങ്കെടുത്തു. ഇപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഒരു സമൂഹ നോമ്പ് തുക. എന്താണ് റമദാൻ മാസം നൽകുന്ന സന്ദേശം എന്നുള്ളത് നാടിനെ അറിയിക്കുക. മനുഷ്യനെ ഒരുപോലെ കാണുവാനുള്ള മനസ്സ് സൃഷ്ടിക്കുക. മനുഷ്യന് ക്ഷമയും സഹിഷ്ണുതയും എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള സമഭാവനയുമെല്ലാം വളർത്തുവാൻ സാധിക്കുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കും ഒക്കെയുള്ള ഒരു എളിയ ശ്രമം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് പേരോട് സംസാരിക്കാനുള്ളത് ഞാൻ അത് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പ്രത്യേകത നാനത്വത്തിൽ ഏകത്വമാണ്. വൈവിധ്യങ്ങളുടെ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളുടെ റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ അഥവാ ഭരണഘടനക്ക് പോറലേറ്റാനില്ലാതായാൽ ഇന്ത്യ ഇല്ലാതായി. വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നം കൂടിയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയായി നിലനിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണത്തെ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതയും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം
അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തവണത്തെ റമദാൻ എന്നുള്ളതാണ്. നമ്മുടെ മതസാഹോദര്യത്തെ ശക്തിപ്പെടുത്താനും ഇന്ത്യയെ നിലനിർത്താനും സാധ്യമാകുന്ന നിലയിലുള്ള ഇടപെടലുകളുടെ ആവശ്യകത വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിൽ മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ഇതുപോലെ ഒരു നോമ്പുതുറ സംഘടിപ്പിക്കാൻ തയ്യാറായതേറെ മാതൃകാപരമാണ്. അതിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിൻ്റെ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യം. മാറ്റം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രന് ആശംസകൾ അർപ്പിക്കാൻ ആദരപൂർവ്വം ക്ഷണിച്ചു. വേദിയിലുള്ള ബഹുമാനിയായ മന്ത്രിമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനിയായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന സാഹചര്യം അത് കേരളത്തിലാണുള്ളത്. നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രവർത്തിക്കേണ്ട നമ്മുടെ രാജ്യം അങ്ങനെ അല്ലാതായി മാറുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മുടെ എല്ലാവരുടെയും ശബ്ദം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ വളരെ അഭിമാനപൂർവ്വം നമുക്കെല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ വലിയ മാതൃക നമുക്ക് കാണിക്കാൻ കഴിയട്ടെ എന്നാണ് തീർച്ചയായും ആശംസിക്കാനുള്ളത്. ഈ നോമ്പുതുറ സംഗമത്തെ ക്ഷണിച്ചതിനുള്ള നന്ദി തീർച്ചയായും ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. കേരള നിയമസഭയിലെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ, ദീർഘകാലം നിയമസഭാ സാമാജികൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, എൻ്റെ ബഹുമാന്യനായ ശ്രീ പാലോട് രവി അവരുടെ ആശംസകൾ അർപ്പിക്കാൻ ആദരപൂർവ്വം ക്ഷണിച്ചു. നന്മയോടുള്ള അതിരറ്റ പ്രതിബദ്ധത പ്രകടമാക്കുന്ന ഒരു മാസമായിട്ടാണ് ലോകമെമ്പാടും കാണുന്നത്. ഈ ഒരു മാസം നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാ വേദികളും ഉപയോഗിക്കുന്ന ഒന്നാണ് സംസ്കാരം. സമ്മേളനം നടക്കുകയാണെങ്കിൽ സാംസ്കാരിക സമ്മേളനമില്ലാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെയും സമ്മേളനം നടക്കാറില്ല. ആ സംസ്കാരത്തിൻ്റെ അടയാളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാസമാണ് ഈ റമദാൻ മാസം. ഈ സംസ്കാരത്തിൻ്റെ അടയാളം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള പരിഗണന, മറ്റുള്ളവരോടുള്ള നന്മ, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം, മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അതെങ്ങനെയായിരിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല നന്മയിൽ അധിഷ്ഠിതമായി ഒരു ജനതയ്ക്ക് ആവർത്തിച്ച് ഓരോ വർഷവും പറഞ്ഞു കൊടുക്കുന്ന ഒരു മാസമായിട്ടാണ്, പഠിപ്പിക്കുന്ന മാസമായിട്ടാണ് ഈ റമദാൻ മാസം നമ്മൾ ആചരിക്കുന്നത്. വളരെ നമുക്കറിയാം, ഇപ്പോഴത്തെ ചൂട് ഏതാണ്ട് 40 ഡിഗ്രി വരെ എത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ പോലും കാരണം വളരെ പ്രതികൂല ഈ പ്രകൃതിയുടെ ഈ കാലാവസ്ഥയിൽ നമ്മൾ യാത്ര ചുറ്റി വരുന്നു. അതാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ ജലപാനമില്ലാതെ ഒരു ശരിക്കും ഒരു ആത്മശുദ്ധി വരുത്തുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം ലോകം മുഴുവനും നമ്മുടെ രാജ്യത്തെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് പക്ഷേ വളരെ ശക്തമായ വേരോട്ടമാണ് ഈ ബഹുസ്വരതയിലും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും നമ്മുടെ രാജ്യം വളർത്തിക്കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ആഴത്തിൽ വേരോടിയ ആ ബഹുസ്വരതയും മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കും. അത് നിലനിന്ന് പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഇന്ന് കാണുന്ന ഈ ബഹുസ്വരതയും നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും നിലനിന്നാൽ മാത്രമേ ഈ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ രാജ്യം തകർന്നു പോകും എന്ന് സ്വപ്നം കണ്ടവർക്ക്
ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിധ്വനിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് അതിജീവിക്കാൻ പ്രത്യേകിച്ച് ഈ റംദാൻ മാസത്തിൽ നമുക്ക് കൂട്ടായി പ്രതിജ്ഞയെടുക്കാം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജമാഅത്ത് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ശ്രീ കരമ വേറിൻ്റെ നേതൃത്വത്തിൽ ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചതിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്മ നിറഞ്ഞ ആശംസകൾ നേരുന്നു. അടുത്തതായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആദരണീയനായ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലുമായി കഴിഞ്ഞ 35 വർഷക്കാലമായി അഭേദ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന, രാജ്യത്തിൻ്റെ മാനവികതയും മതസഹിഷ്ണുതയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിന് പരമാവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും നൽകി വരാറുള്ള നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ, ഇപ്പോൾ തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ പന്നിൻ രവീന്ദ്രൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. നമ്മളിന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പ്രധാനസ്ഥാനത്തിൻ്റെ നാടുകളിൽ, ഈ നാടുകളിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ ജന്മഭൂമിയെക്കുറിച്ച് ചിന്ത. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരായ നമ്മൾ ജാതി മതം നോക്കിയല്ല നമ്മൾ ഇരിക്കുന്നത്. കലാപ്രിയ ബഷീർ ഇരിക്കുന്നുണ്ട്, പാലോട് ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ജാതിയോ മതമോ നോക്കുന്നില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, സഹോദരന്മാരാണ്. നിർഭാഗ്യത്തിനാണ് ഇന്ത്യയുടെ പല ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നുണ്ട്. ആ മുറിവേറ്റ മനസ്സുമായിട്ടാണ് നമ്മളിപ്പോൾ നോമ്പ് നോക്കുന്നത്. ഞാൻ എല്ലാ വർഷവും നോമ്പ് നോക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇതിനിടയിൽ നോമ്പ് നോക്കാൻ ഈ പ്രകൃതിയുടെ കഠിനാവസ്ഥയെ പറ്റില്ല, അതുകൊണ്ട് നോമ്പ് നോക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്നത് നാട് കേരളം മാത്രമാണ്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ഒന്നുമില്ല. രാഷ്ട്രീയം പറയാൻ ധരിക്കണ്ട. നമ്മുടെ രാജ്യത്തിലൊരു ഭരണഘടനയുണ്ട്. ഞാനൊരു ഫുട്ബോൾ കളിക്കാറുണ്ട്. ഫുട്ബോൾ കളിക്കുന്നത് കുമ്മായ വരെ അകത്തുനിന്നാണ്, പുറത്തല്ല. ആ ഭരണഘടന നമ്മുടെ നാട് ഭരിക്കുന്നവർ ഇപ്പം പിച്ച് ചീന്താൻ പോകുന്നു. ഈ ദുരിതകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ CAA. ആ CAA പറയുന്നത് 6 മതക്കാർക്ക് സൗകര്യം. എന്താ മുസ്ലിം എന്താ തെറ്റിയിരിക്കുന്നത്? ഇന്ത്യൻ മുസ്ലിം, ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഇന്ത്യൻ സമരഭൂമിയിൽ മരിച്ചു വീണ മുസൽമാന്മാരല്ലേ? ആ മുസൽമാന്മാർ ഇന്ത്യൻ പൗരന്മാരല്ലേ? മനുഷ്യരെ ഹിന്ദുവും മുസൽമാനും എല്ലാം ആക്കി ഇവിടെ വേർതിരിക്കുന്ന ഒരു സംസ്കാരം നാട്ടിൽ വളർത്തിയെടുക്കുന്നു. അതാണ് ഭരണാധികാരികൾ. നമ്മുടെ മനസ്സിനകത്ത് നോവിൻ്റെ മുറിപ്പാടുകൾ മാത്രമാണ്. മുമ്പൊരിക്കലുണ്ടായിരുന്നു ബാബരി മാസ്റ്റർ കുഞ്ഞപ്പോൾ. അന്ന് 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെ നടക്കുന്നു? എന്നാൽ ഇപ്പോൾ വീണ്ടും കറുത്ത മേഘങ്ങൾ നാട്ടിലെ എല്ലാ ഭാഗത്തും. അത് നമ്മുടെ മനസ്സ് വെക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ നോമ്പ് തുറക്കാം. ഇതിന് സന്ദർഭം ഒരുക്കിയ മുസ്ലിം ജമാഅത്ത് കൗൺസിലിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. കരമന ബയാർ അദ്ദേഹം ഇന്ന് തൊപ്പിയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ഏത് കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനമുണ്ട്. നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാം. എല്ലാവർക്കും നന്മ ചെയ്യുന്നു. നോമ്പ് തുറ 6:36 അതിന് മുന്നോടിയായി നമുക്ക് ഏവർക്കും ആദരണീയനായ കേരള നിയമസഭയുടെ മുൻ സ്പീക്കർ ശ്രീ M. വിജയകുമാർ അവരുടെ ആശംസകൾ അർപ്പിക്കാൻ ശ്രമിച്ചു.
ശ്രീ കരമലയ അഭിനന്ദരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ ഇന്ന് ഈ ചടങ്ങ് തന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വേദിയാണ് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇഫ്താർ സംഗമത്തിന് മുൻകൈയെടുത്ത അല്ലെങ്കിൽ അതിനെ നേതൃത്വം വഹിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ഇത് ഈ ദിവസം മാത്രമല്ല, എപ്പോഴും ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ആശംസകൾ ജമാഅത്ത് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. മുസ്ലിം അസോസിയേഷൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് കടയറ നാസറിനെ ക്ഷണിച്ചു. ബഹുമാനരെ, ജമാഅത്ത് കൗൺസിലിൻ്റെ ഇഫ്താർ വിരുന്നിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ പ്രിയങ്കരനായ CPIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, മുൻ MLA ശ്രീ മാങ്കോട് രാധാകൃഷ്ണനെ ക്ഷണിച്ചു. ഇവിടെ സമീപിച്ചിട്ടുള്ള മതസൗഹാർദ്ദത്തെ പ്രതീകമായിട്ടുള്ള ഈ ഇഫ്താറിന് എല്ലാ ആശംസകളും. കേരള നിർമ്മിതി കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ്. സംസ്ഥാന ജമാഅത്ത് കൗൺസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഇഫ്താർ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. ഇത്തരം മതസൗഹാർദ്ദ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തും കൂടിയായ ശ്രീ കരമൽ ബയാജിയെ മുക്തമെന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഭാവങ്ങളിൽ നിന്ന് നിർത്തുന്നുണ്ടെന്ന് നമസ്കാരം. നമുക്ക് ഏവർക്കും ആദരണീയനായ കേരള സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിവിധ ജില്ലകളിലെല്ലാം കളക്ടറായി സുദീർഘമായി സേവനമനുഷ്ഠിച്ച APM മുഹമ്മദ് അനീഷ് അവരുടെ അവരെ പ്രവേശിച്ചു. അവസാനിക്കാൻ വിഷയം മാത്രമുള്ളതിൽ എല്ലാ അർത്ഥത്തിലുള്ള പ്രാർത്ഥനകളും അതുപോലെ വിശ്വാസങ്ങളുമെല്ലാം തന്നെ സത്യത്തിലേക്ക് നന്മയിലേക്ക് നയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ സമാപന ദ്വായാണ് ഈ ദ്വാ